പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ വനിതാ വിശ്രമ കേന്ദ്രത്തിലെ ശുചിമുറിയിൽ വെള്ളമില്ലാതാവുന്നത് പതിവാകുന്നു. ദൂരെയിടങ്ങളിൽ നിന്നും എത്തുന്ന വനിതാ യാത്രക്കാർ ഉൾപ്പെടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനാകാതെ പലപ്പോഴും മടങ്ങുകയാണ് പതിവ്. പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ വനിതകൾക്ക് ഏറെ ഉപകാരപ്രദമാകും വിധമാണ് ഏഴോം പഞ്ചായത്ത് വനിതാ വിശ്രമ കേന്ദ്രം നിർമ്മിച്ചത്. ബസ് സ്റ്റാൻഡിൽ എത്തുന്ന വനിതാ യാത്രക്കാരും സമീപത്തെ കടകളിൽ ജോലി ചെയ്യുന്ന വനിതകളും ഉൾപ്പെടെ ഉപയോഗിക്കുന്നതും ഇവിടുത്തെ ശുചിമുറിയാണ്. എന്നാൽ പല ദിവസങ്ങളിലും ശുചിമുറിയിൽ വെള്ളം ഉണ്ടാവാറില്ല. പലപ്പോഴും സ്ത്രീകൾ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനാവാതെ മടങ്ങാറുമുണ്ട്. ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടും പഞ്ചായത്ത് അധികൃതർ നിസ്സംഗത പാലിക്കുകയാണെന്ന് ജനങ്ങൾ ആരോപിക്കുന്നു. ഇവിടെ ടോയ്ലറ്റുകൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കെല്ലാം ആയിട്ടുണ്ട്. പക്ഷേ ചില സമയങ്ങളിൽ വെള്ളം വരുന്നില്ല. ജാപ്പാൻ കുടിവെള്ള പദ്ധതി പ്രകാരമുള്ള വെള്ളമാണ് ഇവിടെ ലഭിക്കുന്നത്. പിന്നെ ടാങ്കിലും വെള്ളമുണ്ട്. പക്ഷേങ്കിൽ ജാപ്പാൻ കുടിവെള്ള പദ്ധതി വരുന്നില്ലെങ്കിൽ ടാങ്കിൽ നിന്ന് എടുക്കാനുള്ള സംവിധാനമുണ്ട്. പക്ഷേങ്കിൽ ഇവർ ഇത് നടത്തിപ്പുകാർ അത് എടുക്കുന്നില്ല. അതുകൊണ്ട് സ്ത്രീകളോ അടക്കമുള്ള ആൾക്കാർ വളരെ ബുദ്ധിമുട്ടിലാണ്. ടോയ്ലറ്റ് പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ്. പിന്നെ ഇവിടെ അടുത്തൊന്നും ടോയ്ലറ്റും ഇല്ല. പിന്നെ ഈ വിശ്രമ കേന്ദ്രം ഉണ്ടാക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ താമസിക്കാനുള്ള സൗകര്യത്തോടു കൂടിയാണ്. ആൾക്കാർ വന്നു കഴിഞ്ഞാൽ പുറത്തുനിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ചെറിയ പൈസക്ക് താമസിക്കാനുള്ള ഒരു സംവിധാനത്തോടു കൂടിയാണ് ഇത് തുടങ്ങിയത്. പക്ഷേ ഇവിടെ താമസക്കാരൊന്നും വരുന്നില്ല. വന്നാൽ ഇവർ അത് കൊടുക്കുന്നുമില്ല. ദൂരദേശങ്ങളിൽ നിന്നുൾപ്പെടെ വനിതാ യാത്രക്കാരും ഒപ്പം വിദ്യാർത്ഥികളും എത്തുന്ന ബസ് സ്റ്റാൻഡാണിത്. അത്യാവശ്യമായി ശുചിമുറിയിലെത്തി മടങ്ങേണ്ടി വരുന്ന സാധാരണ സ്ത്രീകളുടെ അവസ്ഥ ഇനിയും അധികൃതർ കണ്ടില്ലെന്ന് നടിക്കരുത്. സമീപത്ത് വേറെ ശുചിമുറി സംവിധാനം ഇല്ലാത്തതിനാൽ തന്നെ പലരും ആശ്രയിക്കുന്നതും ഈ കേന്ദ്രത്തെയാണ്. കൃത്യമായി ജലലഭ്യതയുള്ള ടോയ്ലറ്റ് സംവിധാനമാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇക്കാര്യത്തിൽ എത്രയും പെട്ടെന്ന് കൃത്യമായ പരിഹാരമുണ്ടാക്കണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.